ഹായ് വെൽക്കം ടു ടോക്ക് വിത്ത് നിത പ്രോമി. പക്ഷേ ഇത് തേയ്മാനത്തിൻ്റെ വേദനയാണ് എന്നുള്ളത് എനിക്ക് എങ്ങനെ തുടക്കത്തിൽ തിരിച്ചറിയാൻ പറ്റും? പക്ഷേ ഗുളിക നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ നേരത്തെ ഇത് തേയ്മാനം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇവൻ ഡയബറ്റിക് ആൾക്കാർക്ക് വരെ മുട്ടിന് ഇഞ്ചക്ഷൻ എടുക്കാം. ഡയബറ്റീസ് ഓൾമോസ്റ്റ് കൺട്രോൾ ആണെങ്കിൽ. ശരിക്കും എന്താണ് ഈ മുട്ടുവേദനയുടെ കാരണം? മുട്ടുവേദന ഇന്ന് പ്രായമായവരിൽ മാത്രമല്ല ചെറുപ്പക്കാരിലും വളരെ സാധാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയവും മുട്ടുവേദനയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മട്ടാഞ്ചേരി സംഗീത് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജനായ ഡോക്ടർ നിതിൻ പ്രഭുവാണ്. ഡോക്ടർ, ഈ മുട്ടുവേദന ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രായമായവർ ചെറുപ്പക്കാർ എന്നൊന്നും ഇല്ല, എല്ലാവരിലും മുട്ടുവേദന വളരെ കോമൺ ആണ്. ശരിക്കും എന്താണ് ഈ മുട്ടുവേദനയുടെ കാരണം? പല സ്റ്റേജിലും പല ഏജിലും പല റീസണാണ് മുട്ടുവേദനയ്ക്ക് കാരണം. പക്ഷെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് മെയിൻലി നമ്മുടെ എക്സസൈസിൻ്റെ കുറവ്, ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങൾ, കഴിക്കുന്ന ഫുഡിൻ്റെ പ്രശ്നങ്ങൾ, ബോണിൻ്റെ ജനറലി ബോൺ ഹെൽത്ത് കുറഞ്ഞു വരികയാണ്. കൂടാതെ ഇപ്പോൾ നമുക്ക് സൺലൈറ്റ്, നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, സൺലൈറ്റ് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് വൈറ്റമിൻ D3 കുറവ്, ഇതൊക്കെയാണ്. പക്ഷേ വൈറ്റമിൻ D3 ഡയറക്റ്റ്ലി മുട്ടുവേദന ഉണ്ടാക്കില്ല, പക്ഷേ എന്നാലും ബോണിൻ്റെ ക്വാളിറ്റി കുറയാണ്. ഇല്ല, മുട്ടുവേദന ചെറുപ്പക്കാരിൽ സ്പ്രെയിൻ എന്ന് പറയുന്നത് മുട്ട് ട്വിസ്റ്റിങ് കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കാരണം മുട്ടുവേദന വരാം. ഓൾഡ് ഏജിൽ വരുന്നത് യൂഷ്വലി ആർത്രൈറ്റിസ് കാരണമാണ്. ഒരു അബവ് 60-65 ആണ് പണ്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി നേരത്തെ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആർത്രൈറ്റിസ് കാരണമാണ് വേറെ പല സമയത്ത് നമ്മൾ ഓൾഡ് ഏജിൽ കാണുന്ന മുട്ടുവേദന വരുന്നത്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി പറയുമ്പോൾ തേയ്മാനം എന്ന് പറയും. തേയ്മാനം കാരണമാണ് ഈ ജോയിൻറ്റ് കുറേ യൂസ് കഴിയുമ്പോൾ തേഞ്ഞു പോകുന്നതിനാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് എന്ന് പറഞ്ഞു മുട്ടുവേദന, അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ എക്സസൈസ് ഇല്ല, മസിൽ വീക്കാണ്, മസിലിന് ബലമില്ല, അതൊക്കെ കംപ്ലീറ്റ് ലോഡ് മുട്ടിലാണ് വരുന്നത്. നമ്മുടെ വെയിറ്റ് കൂടുതലാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഭക്ഷണം ജങ്ക് ഫുഡാണ്, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയും. അതെ, വണ്ണം കൂടുന്ന ഓബ്വിയസ്ലി ഒബീസിറ്റി വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആണ് ഇത് വരുന്നത്, മുട്ടുവേദന ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം. ബിക്കോസ് നമ്മൾ വെയിറ്റ് കൂടുന്നതനുസരിച്ച് അതേ ജോയിൻറ്റ് കൂടുതൽ വെയിറ്റ് ഭാരം വഹിക്കണം. അപ്പോൾ അത് കാരണം നമുക്ക് മോർ വെയർ ആൻഡ് ടയർ അറ്റ് ദ ഏർലിയസ്റ്റ് വരും. അപ്പോൾ നമ്മളൊരു 60-65 കണ്ട് വരുന്നത് കുറച്ചും കൂടി നേരത്തെ വരും. മെയിൻലി എക്സസൈസ് ഇല്ലായ്മ, ആർക്കും നടത്തം കുറവാണ്, ആരും എക്സസൈസ് ചെയ്യുന്നില്ല, ഒരു ആക്ടിവിറ്റി ലെവൽസൊക്കെ കുറഞ്ഞു വരിക, സെഡൻറ്ററി വർക്കാണ്. ഇപ്പോൾ IT ഫീൽഡിലുള്ള ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നു. മെയിൻലി മുട്ടിന് മസിലൊക്കെ വെയിറ്റ് കുറയുമ്പോൾ അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഫിസിയോതെറപ്പി എക്സസൈസസ് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യാൻ വേണ്ടി കാണും. മസിൽ സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയും. വെയിറ്റ് ട്രെയിനിങ് ചെയ്താലേ മസിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ. മസിൽ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു ബോഡി ബിൽഡറിനെ പോലെ ആവാൻ വേണ്ടിയിട്ടല്ല, മസിൽ ഡെവലപ്പ് ചെയ്ത് മസിലിന് ബലം ഉണ്ടെങ്കിൽ ആ മസിൽ കൊണ്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്പോർട്സ് പേഴ്സണിനോ അല്ലെങ്കിൽ ഒരു അത്ലീറ്റിനോ അവർക്ക് കൂടുതൽ എക്സസൈസ് കാര്യങ്ങൾ വേണം, ഒബ്വിയസ്ലി, ബിക്കോസ് ആ മസിൽ അവർ ആക്ടിവിറ്റി ലെവൽ കൂടുതലായിരിക്കും. വേറെ ഒരു റെക്രിയേഷണൽ സ്പോർട്സ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്രയും കുറച്ച് മതി. പക്ഷേ എന്ത് വന്നാലും എക്സസൈസ് നിർബന്ധമാണ്. ഒരു സെഡൻറ്ററി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പോൾ ഫുൾ ടൈം ഇരിക്കുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് ഗ്രാജ്വലി ഓവർ എ പീരീഡ് ഓഫ് ടൈം മസിലൊക്കെ ഓൾറെഡി വീക്കാവും. അപ്പോൾ ഡെയിലി എക്സസൈസ് ഇല്ലെങ്കിൽ ഗ്രാജ്വലി നമുക്ക് ബാക്കി ചേഞ്ചസ് വന്നു തുടങ്ങും ബോഡിയിൽ. അപ്പോൾ വെയിറ്റ് കൂടും, നമുക്ക് ബാക്കി അസുഖങ്ങൾ വന്നു തുടങ്ങും. ഇപ്പോൾ ഡയബറ്റീസ് ഫാമിലിയിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡയബറ്റീസ് വരും. അത് കാരണം ഇൻഡയറക്റ്റ്ലി ഇതൊക്കെ ലിങ്ക്ഡ് ആണ്. പക്ഷേ ഇപ്പം എനിക്ക് മുട്ടിൽ തേയ്മാനം ഉണ്ട്, വേദന തുടങ്ങി, പക്ഷെ ഇത് തേയ്മാനത്തിന്റെ വേദനയാണ് എന്നുള്ളത് എനിക്ക് എങ്ങനെ തുടക്കത്തിൽ തിരിച്ചറിയാൻ പറ്റും? അപ്പോൾ തേയ്മാനത്തിന് വേദന എങ്ങനെ തിരിച്ചറിയാൻ കുറച്ച് പാടാണ്. വേദന ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് തേയ്മാനം കൊണ്ടാണോ എന്നുള്ളത് ആക്ച്വലി നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ മെയിൻ കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്നത് മുട്ടിന് അകത്തുനിന്ന് സൗണ്ട് വരുന്നു,
മുട്ട് നടക്കുമ്പോൾ സൗണ്ട് വരുന്നു, സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴാണ് സൗണ്ട് വരുന്നതെന്ന് പറയുന്നത്. അത് യൂഷ്വലി മുട്ടിൻ്റെ ചേട്ട എന്ന് പറഞ്ഞ് പെറ്റല്ല എന്ന് പറഞ്ഞ് അത് ഗ്രൂവിൽ ഉറഞ്ഞിട്ടാണ്. ബിക്കോസ് ഈ ക്വാഡ്രിസെപ്സ് എന്ന് പറഞ്ഞ മസിൽ 4 മസിൽ ചേർന്നിട്ടാണ്, അതിനാണ് ക്വാഡ്രിസെപ്സ് എന്ന് പറയുന്നത്. 4 മസിൽ ചേർന്ന് വന്ന് ജോയിൻ ചെയ്യുന്ന പെറ്റലയുടെ ചേട്ടയുടെ മോൾവശത്താണ്. അപ്പോൾ അത് ക്വാഡ്രിസെപ്സ് മസിൽ വീക്ക് ആവുമ്പോൾ ചേട്ട യൂഷ്വലി അതിൽ ഉറഞ്ഞു തുടങ്ങും. അവിടെ നിന്നാണ് യൂഷ്വലി തേയ്മാനം തുടങ്ങുന്നത്. അതൊരു ജോയിൻ്റാണ് മുട്ടിന് ട്രൈ കമ്പാർട്ട്മെൻറ്റൽ എന്ന് പറയും. 3 ജോയിൻറ്റ് ആണ് പറയുന്നത്. ഒന്ന് അകത്ത് ഒരു ജോയിൻറ്റ്, പുറത്തൊരു ജോയിൻറ്റ്, ഒന്ന് ചേട്ടയുടെ അടിവശം. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തേയ്മാനം യൂഷ്വലി കാണുന്ന ചേട്ടയുടെ അടിവശമാണ്, പിന്നെ ഉൾവശമാണ്, പിന്നെ പുറത്താണ്. ഓക്കെ. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ അവർ എക്സാമിൻ ചെയ്ത് നോക്കും, മുട്ട് മടക്കി സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്, അത് കാരണമാണോ അതോ അല്ലെങ്കിൽ ലിഗമെൻറ്റ് വല്ലതും ഇത് കൊണ്ടാണോ എന്നുള്ളത് നോക്കും. അത് നോക്കിയിട്ട് പെയിൻ അതുകൊണ്ടാണോ അല്ലെങ്കിൽ ചെറിയ സ്പ്രെയിൻ വല്ലതും ആണോ എന്നുള്ളതാണ്. ആവശ്യമുണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കും. എക്സ്റേ വൺ ഓഫ് ദ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ തേയ്മാനം കണ്ടുപിടിക്കണമെങ്കിൽ. ഓക്കെ. അതിന് MRI ഒന്നും വേണമെന്നില്ല, എക്സ്റേ മാത്രം മതിയാവും. പ്രോപ്പർ രീതിയിലുള്ള എക്സ്റേ എടുത്താൽ നമുക്ക് തേയ്മാനം അറിയാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഡോക്ടറെ പലരും ഈ തേയ്മാനം കൊണ്ട് സമീപിക്കുന്നത് ചിരട്ട തേഞ്ഞ് ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോഴായിരിക്കും അല്ലേ? തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് കൃത്യമായ ചികിത്സാ രീതികളുണ്ടോ? തേയ്മാനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രസീവ് ഡിസീസാണ്, സ്ലോ പ്രോഗ്രസീവ് ഡിസീസ് എന്ന് പറയും. അപ്പോൾ ഈ ചോദ്യത്തിന് നമുക്ക് യൂഷ്വലി നിങ്ങൾ പറയുന്ന പോലെ കറക്റ്റാണ്. തേയ്മാനത്തിന് ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ, ബിക്കോസ് എല്ലാവർക്കും എന്തെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോയാൽ സർജറി പറയുമോ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് വെച്ചുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിച്ച് ഇവർ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. പക്ഷെ അവരറിയേണ്ട ഒരു കാര്യം, തേയ്മാനം യൂഷ്വലി നമുക്ക് എല്ലാത്തിനും സർജറി അല്ല ചെയ്യുന്നത്. തേയ്മാനം പല സ്റ്റേജുകളിലാണ്. ഓക്കെ. അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത്, നമുക്ക് 2 ടൈപ്പ് തേയ്മാനമാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയും. എന്നുവെച്ചാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. അത് യൂഷ്വലി വെയർ ആൻഡ് ടയർ കൊണ്ട് ഏജ് റിലേറ്റഡ് ആണ്. ഏജ് ഒരു 50, 55, 60 ഇയേഴ്സ് കഴിയുമ്പോൾ വരുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അത് പ്രൈമറി ആർത്രൈറ്റിസ്. അതിനൊരു കാരണവും ഇല്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒബീസിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഫെമീലിയൽ എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ട് ചിലത് കിട്ടാന്ന് ഇപ്പോൾ എവിഡൻസ് വന്നിട്ടുണ്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയും. വേറൊരു ടൈപ്പ് ആർത്രൈറ്റിസ് ഉണ്ട്, സെക്കൻഡറി ആർത്രൈറ്റിസ് എന്ന് പറയും. അത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബ്ലഡിൽ എന്തെങ്കിലും ഇതുണ്ട്, ഇൻഫ്ലമേറ്ററി കോസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി പറ്റി, നേരത്തെ നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, ആ മുട്ടിൽ ഫ്രാക്ചർ ആയിട്ടുണ്ട്, ആ ഫ്രാക്ചർ ജോയിൻറ്റിലേക്കാണ് പൊട്ടിയേക്കുന്നത്, അവിടെ കാർട്ടിലേജ് ഡാമേജ് കാരണം മുട്ടിന് തേയ്മാനം ഉണ്ടാവും. അതിന് സെക്കൻഡറി ആർത്രൈറ്റിസ് എന്ന് പറയും. അതിൽ കോമൺ ആയിട്ട് സെക്കൻഡറി ആർത്രൈറ്റിസ് കാണുന്നത് ആമവാദം എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഓക്കെ. ആമവാദം എന്ന് പറഞ്ഞാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. അത് പ്രായമുള്ള ആൾക്കാർക്ക് മാത്രമല്ല യങ്ങർ ആൾക്കാർക്കും വരാം. അപ്പോൾ ഈ ആമവാദം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ, ഇപ്പോൾ നമുക്കത് 10-25 വയസ്സ് തൊട്ട് ആമവാദം വരാം, അല്ലെങ്കിൽ 10-45 വയസ്സുള്ള ആൾക്കാർ, നമ്മളൊരു 50 വയസ്സിന് ഉള്ള ആൾക്കാരെ കംപ്ലീറ്റ്ലി മുട്ട് ഡാമേജ് ആയിട്ട് നമ്മൾ മുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. യൂഷ്വലി 55 വയസ്സ് 60 വയസ്സിന് മുകളിലാണ് നമ്മൾ സാധാരണ മുട്ട് മാറ്റി വെക്കുന്നത്. ഇത് കുറച്ച് നേരത്തെ, ബിക്കോസ് വേറെ ഒരു ഇതില്ല, മുട്ട് കംപ്ലീറ്റ്ലി ഡാമേജ് ആണ് ആമവാദം കൊണ്ട്. അപ്പോൾ ആമവാദത്തിനാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. അതിന് നമുക്ക് സാധാരണ കൊടുക്കുന്ന വേദനയുടെ മെഡിസിൻസ് അല്ല, DMR, ADS എന്ന് പറഞ്ഞ് ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റുമറ്റോയിഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അതൊന്നെങ്കിൽ റുമറ്റോളജിസ്റ്റിനെ കണ്ടോ അല്ലെങ്കിൽ ഓർത്തോപീഡിഷനെ കണ്ടിട്ട് അതാണെന്ന് കണ്ടുപിടിച്ചു, അത് ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് മനസ്സിലാക്കുന്നത്. അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ്, അതിന് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ ഈ ഡിഫോമിറ്റീസ് കുറയ്ക്കാം മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താൽ. അസുഖം പൂർണ്ണമായിട്ട് ചിലപ്പോൾ മാറ്റാൻ പറ്റൂല, അതിപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗുളിക നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ നേരത്തെ ഇത് തേയ്മാനം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത്രയും ഡാമേജ് ഏർലി ആയിട്ട് ഡാമേജ് വരാനുള്ള ചാൻസ് കുറയും. വേറെ സന്ധിവാദം ആണെങ്കിൽ നമ്മൾ മെയിൻലി ലൈഫ് സ്റ്റൈൽ മോഡിഫൈ. അപ്പോൾ ഏർലി സ്റ്റേജിലാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ ഞങ്ങൾ സർജറി അല്ല പറയുന്നത്. അപ്പോൾ സാധാരണ ആർത്രൈറ്റിസിന് 4 സ്റ്റേജാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന ആൾക്കാർക്ക്, ചെറിയ ഡാമേജ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് അനാൽജസിക്സ്, ഐസ് പാക്ക് അല്ലെങ്കിൽ റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്ത് ഫിസിയോതെറപ്പി എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
അല്ലാതെ എല്ലാത്തിനും സർജറി അല്ല ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് അറ്റ് ദ ഏർലിയസ്റ്റ് ഡോക്ടറെ കണ്ടാൽ അത്രയും നല്ലതാണ്. ഡിസീസ് പ്രോഗ്രഷൻ നമുക്ക് സ്ലോ ചെയ്യാൻ പറ്റും. പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ഇതുവരെ അങ്ങനത്തെ അതിനൊരു ഇത് വന്നിട്ടില്ല. പ്രോഗ്രസ് ആവും, പക്ഷെ പ്രോഗ്രസ് ആവുന്നതിൻ്റെ ടൈം നമുക്ക് കൂട്ടാൻ പറ്റും. നമുക്ക് മോർ ടൈം വിതൗട്ട് സർജറി ചെയ്യാൻ പറ്റും നേരത്തെ വന്നാൽ. ഫൈനൽ സ്റ്റേജിലാണ് വരുന്നെങ്കിൽ ഡോക്ടർക്ക് ഒരു ചോയ്സ് ഉണ്ടാവില്ല, സർജറി പറയാതെ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മുട്ടുവേദന വരുമ്പോൾ ഉള്ള നമ്മുടെ ഇടയിൽ എല്ലാവരുടെയും തന്നെയുള്ളൊരു പ്രാക്ടീസാണ് പച്ചമരുന്ന് കെട്ടുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻ കില്ലേഴ്സ് കഴിക്കുക. ഇതൊക്കെ എത്രത്തോളം ഇതിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും? അതാണ്, പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ യൂഷ്വലി നമുക്ക് പെയിൻ കുറയും, അതുകൊണ്ട് ആൾക്കാർ പിന്നെയും മേടിച്ച് കഴിക്കും. പക്ഷേ അവരറിയാത്തത് ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ അല്ല ഇത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കത് ദോഷം ചെയ്യാം. ബിക്കോസ് അവർക്ക് കിഡ്നീനെ ബാധിക്കാം, നമ്മൾ എന്താ കൊടുക്കുന്നതെന്ന് അറിയില്ല, അവർക്കുള്ള അസുഖം നോക്കിയിട്ടായിരിക്കില്ല മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഐഡിയൽ. പച്ചമരുന്ന് കെട്ടുന്നതൊക്കെ ഞങ്ങൾ ആക്ച്വലി ടോട്ടലി ഫുള്ളി അഗെയിൻസ്റ്റ് ആണ്. അതിനൊരു ആക്ച്വലി സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഈ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പറയാം. പിന്നെ നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ വെരി സോളിഡ് ബാരിയറാണ്, നമ്മുടെ അകത്തേക്കൊന്നും പോവാതെ നോക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഈ ഓയിൻമെൻറ്റ് പോലും നമ്മൾ തേക്കുന്നത് വളരെ മിനിമൽ ഡോസിലെ സ്കിന്നിൻ്റെ ഉള്ളിൽ കൂടി പെനിട്രേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ സ്കിൻ ഒരു പോറസ് സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ മഴ പെയ്താലും ചിലപ്പോൾ അകത്തേക്ക് വെള്ളം കയറിയാനെ, അപ്പോൾ അത് പോവില്ല. അപ്പോൾ നമ്മൾ പച്ചമരുന്ന് പുറത്തുനിന്ന് കെട്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയ ഗുണം ചെയ്യുമെന്ന്. അവരൊന്നും ചെയ്യാതെ ഐസ് പാക്ക് കാര്യങ്ങൾ ചെയ്താൽ അത് ചിലപ്പോൾ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ ഓബ്വിയസ്ലി അകത്ത് നമ്മൾ മെഡിസിൻ ചെല്ലുമ്പോൾ പെയിൻ എന്തായാലും കുറയും, പക്ഷേ അത് കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല, തേയ്മാനത്തിന് ഒരിക്കലും കുറയ്ക്കുന്നില്ല. തേയ്മാനത്തിന് കുറയ്ക്കാൻ പറ്റില്ല അവർ കഴിക്കുന്ന മെഡിസിൻ കൊണ്ടോ, അല്ലെങ്കിൽ ഇത് കെട്ടുന്ന കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കുറേ ആഡ്സും യൂട്യൂബ്സും കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ആഡ്സ് പറയുന്നത് ഇത് കഴിച്ചാൽ അത് ഭയങ്കര. അപ്പോൾ അതിലൊക്കെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് PRP ട്രീറ്റ്മെൻറ്റ്. ഒരുപാട് പേര് പറയുന്നുണ്ട് PRP ട്രീറ്റ്മെൻറ്റ്സ് മുട്ടുവേദനയ്ക്ക് ഒരുപാട് ശമനം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. PRP ട്രീറ്റ്മെൻറ്റ്സ് എത്രത്തോളം ഈ തേയ്മാനത്തിന് മാറ്റാനായിട്ട് സഹായിക്കും, കുറയ്ക്കാനായിട്ട്? അപ്പോൾ അത് പറയുന്ന മുമ്പ് എനിക്ക് തോന്നുന്നു PRP ഒരു വെരി കോൺട്രവേഴ്ഷ്യൽ ഒരു സബ്ജക്റ്റാണ്. PRP എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും. നമ്മളെ ബ്ലഡിൽ നിന്ന് തന്നെ പ്ലേറ്റ്ലെറ്റ് എടുത്തിട്ട് അത് മാത്രം കോൺസെൻട്രേറ്റ് ആയിട്ട് അത് തിരിച്ച് നീയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. വെരി എന്താ പറയുക, നോൺ ഇൻവേസീവ്, അപ്പം തന്നെ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. പ്രോബ്ലം ഇതാണ്, നമുക്ക് PRPക്ക് ആക്ച്വലി പ്രോപ്പർ എവിഡൻസസ് ഇല്ല നീയിൽ. അത് കൊടുത്താലും ഇത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ആവും എന്നുള്ളതൊരു എവിഡൻസ് ഇല്ല. വേറെ കുറേ ഇഞ്ചെക്ഷൻസ് ഉണ്ട് നമുക്ക് മുട്ടിന് എടുക്കാൻ പറ്റുന്ന. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ ആണ് പേഷ്യൻറ്റ് സിവിയർ മെഡിസിൻ കൊടുത്തിട്ടും പെയിൻ റിലീഫ് ഇല്ല, നമുക്ക് ഫിസിയോതെറപ്പി എക്സസൈസ് ചെയ്തിട്ടും അവർക്ക് റിലീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ചിലർ സ്റ്റീറോയിഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, സൈഡ് എഫക്ട്സ് ആണ്. അത് ആക്ച്വലി ഈ ബെൻ ജോൺസൺ കഴിച്ച് പിടിച്ച സ്റ്റീറോയിഡ്സ് അല്ല, ഇത് ആക്ച്വലി ലോക്കലി ആക്ടിങ് സ്റ്റീറോയിഡ്സ് ആണ്. അതെന്താ ചെയ്യുന്നത്, മുട്ടിനകത്ത് ചെന്ന് അതിൻ്റെ ചുറ്റുമുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുക ചെയ്യുക. അതിൽ നിന്ന് കുറേ ഭാഗം മാത്രമേ ഉള്ളൂ ബ്ലഡിലേക്ക് അബ്സോർബ് ആവുള്ളൂ, ബാക്കിയൊക്കെ മുട്ടിന്. അപ്പോൾ അത് ഈവൻ ഡയബറ്റിക് ആൾക്കാർക്ക് വരെ മുട്ടിന് ഇഞ്ചെക്ഷൻ എടുക്കാം. ഡയബറ്റീസ് ഓൾമോസ്റ്റ് കൺട്രോൾ ആണെങ്കിൽ അതുകൊണ്ട് അവർക്ക് ഡയബറ്റിക് ഹൈക്ക് ഉണ്ടാവില്ല. വേറെ സ്റ്റീറോയിഡ് ഓറലി കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിക്സിൻ്റെ ഷൂട്ടപ്പ് ചെയ്യും. വേറെ ഇത് കൊടുത്താൽ ഡയബറ്റീസ് ഒന്നും ഷൂട്ടപ്പ് ചെയ്യില്ല. അപ്പോൾ അത് ലോക്കലി കൊടുക്കാം. അത് സ്റ്റീറോയിഡ്സ് ആസ് എഫക്റ്റീവ് ആസ് PRP എന്നൊക്കെയാണ് എവിഡൻസ് സ്റ്റഡീസ് വന്നേക്കുന്നത്. അതുകൂടാതെ വിസ്കോ സപ്ലിമെൻറ്റ്സ് എന്ന് പറയും. മുട്ടിനകത്ത് ഫ്ലൂയിഡ് കുറയാണ് ചെയ്യുക ആർത്രൈറ്റിസ് വരുമ്പോൾ. ബിക്കോസ് കാർട്ടിലേജ് തേഞ്ഞ് പോയിട്ട്, കാർട്ടിലേജ് എന്ന് പറഞ്ഞ് തർണാക്ഷി എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിൽ നിന്ന് നമ്മൾ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന ഒരു ബാരിയറാണ്. അത് കാർട്ടിലേജ് കുറയുമ്പോൾ ഫ്ലൂയിഡ് ഓബ്വിയസ്ലി കുറയും. അതുകൊണ്ടാണ് പിന്നെ ഉറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അതിന് വിസ്കോ സപ്ലിമെൻറ്റ്സ് എന്ന് പറയും. നമ്മൾ ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞ് ഇതുണ്ട്. അത് നമ്മൾ മുട്ടിനകത്തുള്ള നോർമൽ ഇത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതിനൊക്കെ അത്യാവശ്യം എവിഡൻസസ് കൂടുതലുണ്ട്. വേറെ PRP വേറെ പല സ്ഥലത്ത് നമുക്കിപ്പോൾ റീജനറേഷൻ സ്ഥലത്തോ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ മസിൽ ടേഴ്സിനൊക്കെ കൊടുക്കാറുണ്ട്.